സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഫലമായി ഈശോ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഫലമായി ഈശോ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളോട് കരുണയുള്ള രാജ്ഞി കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കാവുന്ന പരിശുദ്ധമായ നാലാം രഹസ്യം പരിശുദ്ധ മാതാവിന്റെ മൗത്തപൂർണമായ സ്വർഗാരോഹണത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മഹിമയുടെ രഹസ്യമാണ് ഞായറാഴ്ച. അപ്പോൾ ഈ രഹസ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഭവനം സോജന്റെ കുടുംബം അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, അവരെല്ലാ കഷ്ടത അനുഭവിക്കുന്ന വേദനിക്കുന്ന കുടുംബങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, എല്ലാ മേഖലകളിലും ബിസിനസിന്റെ മേഖലയിൽ ഉയർച്ചയില്ലാത്തവരെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഈ തിരുഹൃദയ മാസം സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ വഴി പറയുന്ന എല്ലാ കാര്യങ്ങളും തിരുഹൃദയനാഥൻ ഏറ്റെടുക്കും. നമ്മളെ എല്ലാ വേദനകളും ഏറ്റെടുക്കുമെന്ന ബോധ്യത്തോടുകൂടി ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറിയമേ ക്രിസ്തു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറിയമേ ക്രിസ്തു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറിയമേ ക്രിസ്തു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറിയമേ ക്രിസ്തു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. മറിയമേ ക്രിസ്തു കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു.
സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഈ ഭവനത്തിന്റെ രാജ്ഞി, ഇവിടെ കടന്നു വന്നിരിക്കുന്നവരുടെ രാജ്ഞി, അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് അത്ഭുതം നടത്തുന്ന രാജ്ഞി, പരിശുദ്ധമായ അഞ്ചാം രഹസ്യം, പരിശുദ്ധാമ്മ ഇത് സ്വർഗീയ രാജ്ഞിയായി കിരീടം ധരിപ്പിക്കുന്നു. ഈ രഹസ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, അനേക യുവജനങ്ങൾക്ക് ജോലിയില്ലാത്ത ഒത്തിരി ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ യുവാക്കളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതാന്തസ്സിലേക്ക് ജോലികൾക്ക് വന്ന് കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ അനേക മക്കൾ ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വേദനിച്ച് നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ അഞ്ചാം രഹസ്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിക്കുക. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കരം കോർത്ത് പിടിച്ച് ആ വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ വ്യക്തിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, സ്രാഫായാല്, ശ്രീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാൻ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായ മഹാത്മാവായ യൗസേപ്പ് പിതാവേ, യൗസേപ്പ് പിതാവിന്റെ പൊൻകരങ്ങൾ വഴി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തേക്ക് ഈ പരിശുദ്ധ ജപമാല ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏക ദൈവമായ പരിശുദ്ധ തൃത്വമേ, പരിശുദ്ധ മറിയമേ, വചനത്തിന്റെ മാതാവേ, വചനത്തിന്റെ വിരക്തിയുള്ള മാതാവേ, മറ്റ് കന്യയായ മാതാവേ, യോഗ്യയായ മാതാവേ, വിഷയമായിരിക്കുന്ന മാതാവേ, മാതാവേ, ഇസ്ലാമിന്റെ മാതാവേ, കൃഷ്ണന്റെ മാതാവേ, ഏകമതിയായ കന്യകയെ, വണക്കത്തിന് യോഗ്യയായ കന്യകയായ കന്യകയെ, കന്യകയെ, ദർപ്പണമേ, ജ്ഞാനത്തിന്റെ സിംഹാസനം, ആനന്ദത്തിന്റെ കാരണമേ, ആത്മീയ പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ജീവ രഹസ്യം നിറഞ്ഞിരിക്കുന്ന ആവീതിന്റെ കോട്ടയെ, സുമല ദന്തമുള്ള കോട്ടയെ, നാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സുഖത്തിന്റെ വാതിലെ, നക്ഷത്രമേ, രോഗികളുടെ ആരോഗ്യമേ, ഭാവിയുടെ സങ്കേതമേ, ജീവിതത്തിന്റെ ആശ്വാസമേ, ജ്ഞാനിയുടെ സഹായമേ, രാഹമാരുടെ രാജ്ഞി, സാക്ഷികളുടെ രാജ്ഞി, ഭക്തരുടെ രാജ്ഞി, യുടെ രാജ്ഞി, രാജ്ഞി, അമലോത്ഭവ രാജ്ഞി, സ്വർഗാരോപിത രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, നിർമ്മല സഭാ രാജ്ഞി, സഭയുടെ രാജ്ഞി, പിരിച്ചു പിടിച്ചുകൊണ്ട് ഭൂലോക പാവങ്ങൾ നീക്കുന്നത് ചെമ്മരിയാട്ടിൻകുട്ടിയായി, ഭൂലോക പാവങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടിയായി, ഭൂലോക പാവങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടിയായി, സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, അമ്മയപ്പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആശ്രയത്തിൽ ഭാഗ്യവ്യത്യാസപ്പെട്ടവേ, സകല ആപത്ത് അനർത്ഥ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾക്കുള്ളവരെ എല്ലാം കാത്തുകൊള്ളണമേ. ഈശ്വരശാല വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ ദൈവമുള്ള മാതാവേ, സ്തുതിക്കാം. ഹല്ലേലൂയ. പരസ്പരം ഈശ്വരശിയായിക്ക് സ്തുതിയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയം വിശ്വാസം എന്നാൽ എന്താണ്? വിശ്വാസം എന്നാൽ നമ്മൾ പറയും ഹെബ്രായർ 11:12 പറയും. ഹല്ലേലൂയ. അപ്പോൾ ഹെബ്രായർ 11:1 വിശ്വാസത്തെ കുറിച്ച് ആഴമായി പറയുന്നതാണ്. ഹെബ്രായർ 11:1, ഹെബ്രായർ 11 മൊത്തം വിശ്വാസത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എന്താണ് വിശ്വാസം എന്നുള്ളത് ആഴമായി പഠിക്കണമെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം
എല്ലാവരും എന്ന് പറഞ്ഞ റോമ 4-ാം അധ്യായം 18 തൊട്ട് 23 വരെയുള്ള തിരുവചനം. അപ്പൊ ഈ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗത്തിന്റെ ആദ്യ ഭാഗം. എല്ലാവരും എന്ന് പറഞ്ഞ റോമ 4:18 തൊട്ട് 23 വരെ. നമുക്ക് ആ വചനഭാഗം ഒന്ന് നോക്കാം. എന്താ വചനം വായിച്ച്? നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും. നിന്റെ സന്തതി അബ്രഹാത്തിനോട് പറയുകയാണ്, നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് ഇന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേക ജനതകളുടെ പിതാവാകുമെന്ന് അനേക ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ഇതാണ് വിശ്വാസം. പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല, ഇന്ന കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല. പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തിട്ടും പ്രതീക്ഷയോടുകൂടി വിശ്വസിക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം പറയാ ഇനിയും ഈ വ്യക്തി രക്ഷപ്പെടത്തില്ല. അപ്പൊ നമ്മുടെ പ്രതീക്ഷ മാറ്റി. പക്ഷെ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാഞ്ഞിട്ടും പ്രതീക്ഷയോടുകൂടി വിശ്വസിച്ചു. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് ലോകം പറയുമ്പോൾ ഒരു വിശ്വാസി പറയേണ്ടത് പ്രതീക്ഷിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഈ സഹനങ്ങൾക്കെല്ലാം ഇതാ ഒരു സൗഭാഗ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാഞ്ഞിട്ടും അവൻ പ്രതീക്ഷയോടുകൂടി വിശ്വസിച്ചു. ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? 100 വയസ്സായ തന്റെ ശരീരം 100 വയസ്സുള്ള തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്ന് സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നു. വിശ്വാസം ദുർബലമായില്ല. കണ്ടോ? 100 വയസ്സായ ഞാൻ മൃതപ്രായമായെന്ന് പറഞ്ഞാൽ നാളെ മരിക്കാൻ റെഡിയായിരിക്കുന്ന ശരീരമാണ്. മൃതപ്രായമായിരുന്നിട്ടും 99 വയസ്സുള്ള സാറ 90 വയസ്സുള്ള സാറ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവൻ എന്തെടുത്തെന്നാ പറയുന്നത്? അവന്റെ വിശ്വാസം ദുർബലമായില്ല. നമ്മളൊക്കെ എന്താ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ലെങ്കിൽ പറയും, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് പ്രോസ്പെരിറ്റി ഗോസ്പലാണ് എല്ലാം പറയുന്നത്. സമ്പത്തിന്റെ സുവിശേഷമാണ്. സമ്പത്തിന്റെ സുവിശേഷമല്ല യഥാർത്ഥ സുവിശേഷം. ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് എടുക്കണ്ട. ജോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനാകുന്നുണ്ട്, സാത്താന് ദൈവത്തോട് പറയാണ്, ജോബ് ദൈവത്തെ വിളിക്കുന്നത് ദൈവം അവനെ ഒത്തിരി അനുഗ്രഹം കൊടുത്തു, അവന്റെ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, കൂടാതെ അവന് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിനെല്ലാ സൗഭാഗ്യങ്ങളും ഈ ഭൂമിയിലുണ്ട്. കൂടാതെ നീ ആ ജോബിന്റെ ആ ഭവനത്തിന് ചുറ്റും വേരുകെട്ടി നീ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ജോബ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ ഈ വാദഗതി ഉന്നയിച്ചപ്പോൾ ദൈവം എന്തെടുത്തു? സാത്താനോട് പറഞ്ഞു, നീ അവന്റെ സമ്പത്തിൽ കൈവച്ചു. അങ്ങനെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് പറഞ്ഞു, ദൈവം തന്നു. കാരണം എന്നാ? ജീവിതത്തിന്റെ ഏത് തകർച്ചയിലും ദൈവത്തെ കാണുന്നവന്റെ പേരാണ് വിശ്വാസി. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് 2 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. ഞാൻ പറയണം, ഈ 2 കോടി രൂപയുടെ കടബാധ്യതയെ പ്രതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ പ്രതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി. സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. കാരണം നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം എന്ന് ഞാൻ ചിന്തിക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ഉറപ്പല്ല വിശ്വാസം. എന്താണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ എന്റെ തകർച്ചകളില്, എന്റെ വേദനകളില്, എന്റെ നൊമ്പരങ്ങളില്, എന്റെ രോഗങ്ങളില് ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്നാര് പറയുന്നു? അവന്റെ ജീവിതത്തിന്റെ പേര് അതാണ് വിശ്വാസം. ഹല്ലേലൂയ. 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 അപ്പൊ ഇവിടെ എന്താണ്? അവൻ പ്രതീക്ഷയോടുകൂടെ വിശ്വസിച്ചു. ഈ വിശ്വാസം വർദ്ധിക്കാൻ കാര്യമെന്നാ? ഉൽപ്പത്തി 12:1 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാത്തിനോട് ദൈവം പറഞ്ഞു, നീ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നിനക്ക് 7 അനുഗ്രഹം തരാം. എന്താ പറഞ്ഞത്? നീ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നിനക്ക് എത്ര അനുഗ്രഹം തരാം?
എന്താ 3 കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഉൽപ്പത്തി 12 ഒന്ന് വായിച്ചേ. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു. ആ കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും നിന്റെ ദേശം, ബന്ധുക്കളെയും നിന്റെ ബന്ധുക്കൾ, പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്ത് പോവുക. പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനത, അപ്പൊ നിന്നെ ഞാൻ വലിയവനാക്കും. പറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഒന്ന് പറയാം, എന്നെ ദൈവം വലിയവൻ. ദൈവം പറയുന്ന വാക്കനുസരിച്ചാൽ എന്നെ ദൈവം വലിയവനാക്കും. 2, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ ഈ 7 അനുഗ്രഹങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. അബ്രഹാത്തിനോട് പറഞ്ഞ ഈ അനുഗ്രഹങ്ങൾ. പക്ഷേ അബ്രഹാം ഒരു കാര്യം ചെയ്തു. അബ്രഹാം വിചാരിച്ചു ബന്ധുക്കളെ ഉപേക്ഷിച്ചാല് ലോത്തിനെയും കൂടെ കൂട്ടി. ദൈവം പറഞ്ഞു ലോത്തിനെ കൂട്ടാൻ പറഞ്ഞോ? തന്റെ സഹോദര പുത്രനായ ലോത്തിനെയും കൂടെ. അപ്പൊ ലോത്തിനെ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാത്തിനോട് ദൈവം സംസാരിക്കുന്നില്ല. സഭാ പണ്ഡിതന്മാര് പറയുന്നത് ഏകദേശം 10 വർഷത്തോളം ദൈവം അബ്രഹാത്തിനോട് സംസാരിച്ചേ ഇല്ല. ഈ 10 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് 13-ാം അധ്യായത്തിൽ പറയാണ്. 13-ാം അധ്യായത്തില് ഇതാ അബ്രഹാത്തിനെയും ലോത്തിനെയും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. ദൈവം വാഗ്ദാനത്തിൽ അവരുടെ ആടുമാടുകളെയും ഒട്ടകൂട്ടങ്ങളെയും അവരുടെ സമ്പത്തിനെ, അവരുടെ ഈ മൃഗങ്ങളെയെല്ലാം ഒരു കോട്ടയം ജില്ലയ്ക്ക് ഒതുക്കത്തക്ക സാധിക്കാത്ത പോലെ സമ്പത്ത് വർദ്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ എന്തായി? അവരുടെ ഇടയന്മാർ തമ്മിൽ കലഹമായി. 13 ഉൽപ്പത്തി 13:6 ഒന്ന് വായിച്ചേ. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ലെന്ന് കേട്ടോ. ഏകദേശം കോട്ടയം ജില്ലയുടെ അത്രയുള്ള സ്ഥലം അവർക്ക് മതിയായില്ലെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് എന്താ? കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായി. കാരണം വളരെയേറെ സമ്പത്തുണ്ട്. ഒന്നിച്ച് പാർക്കുക വയ്യ. ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. ഈ കലഹ വിവരം അബ്രഹാം അറിഞ്ഞു. ലോത്തിനോട് പറഞ്ഞു. ഉൽപ്പത്തി 13:8 പറയാണ്. എന്താ പറയുന്നത്? അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മൾ ഇടയന്മാർ തമ്മിലും ഇനി കലഹമുണ്ടാവരുത്. ക്രിസ്ത്യാനിയാണോ, ക്രിസ്തീയ സഭയാണോ, പള്ളി കലഹമുണ്ടാകരുത്. പള്ളി പരിസരത്ത് കലഹമുണ്ടാവരുത്. നിന്റെ വീട്ടിൽ കലഹമുണ്ടാകരുത്. ഇവനെ വിളിക്കുന്ന പേരാണ് ക്രൈസ്തവൻ. അങ്ങനെ പറയാനാണെങ്കിൽ ഇന്ന് ക്രൈസ്തവരുടെ എണ്ണം 2% കുറവേ വരുത്തുള്ളൂ 100 എടുത്താൽ. ഹല്ലേലൂയ. നീ ക്രൈസ്തവനാണോ? നിന്റെ ജീവിതത്തിൽ ഈ കലഹം ഉണ്ടാവരുത്. എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നില്ല? നീ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിന്റെ വീട്ടിൽ കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നോക്കാതെ തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു സമൂഹം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്നെ പിരിഞ്ഞു പോകാൻ പറഞ്ഞു. കാരണം നമ്മൾ സഹോദരന്മാരാണ്. സഹോദരന്മാരായതുകൊണ്ട് കലഹം ഉണ്ടാകാൻ പാടില്ല. അടുത്തിരിക്കുന്ന കൂടപ്പറപ്പിനോട് പറഞ്ഞ കൂടപ്പറപ്പെ ഒരിക്കലും കലഹം ഉണ്ടാകില്ലെന്ന് പറ. കാരണം എന്നാ? നമ്മൾ സഹോദരങ്ങളാ. ഞാനൊരു കത്തോലിക്കനാ. ഞാൻ സാർവത്രിക ഭാവമുള്ളവനാ. എന്റെ ഇടവകയിൽ കലഹം ഉണ്ടാവരുത്. ഹല്ലേലൂയ. കലഹമുണ്ടാക്കുന്ന ഇടവകയിലൊന്നും ദൈവം വരില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നീ എന്നെ പിരിഞ്ഞു പോവുക. ഹല്ലേലൂയ. അപ്പൊ അവനോടൊരു കണ്ടീഷൻ അവനോട് പറഞ്ഞു, ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ട്. എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് വേണമെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കോളാം. വലതുഭാഗമാണ് സഹോദര നിനക്ക് ഇഷ്ടമെങ്കിൽ. അപ്പോൾ അടുത്ത വേണം പറയുന്നു, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയായ ഭൂമി ലോത്ത് കണ്ടു. ലോത്ത് നമ്മുടെ മലയാളിയുടെ സ്വഭാവമാണ്. നല്ല കണ്ണായ പ്രദേശമെല്ലാം അവൻ കണ്ടു. ഈ ലോകത്തിന്റെ കുറെ കെട്ടിടങ്ങളും ഈ ലോകത്തിന്റെ ഭൗതികത മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. വലിയ പള്ളിയാണോ, വലിയ കെട്ടിടമാണോ, ഇതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് തകരുന്നതാണെന്ന് ഇവൻ അറിയുന്നില്ല. സഹോദര ബന്ധങ്ങളില്ലാതെ
ക്രൈസ്തവൻ ജീവിച്ചു. ഹല്ലേലൂയ. അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പത്തിന് 1-ാം സ്ഥാനം കൊടുത്തു. സമ്പത്തില്ലാത്ത സമയത്ത് അന്ന് പള്ളിയും വിശുദ്ധ കുർബാനയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ പൂർവികർക്ക്. അവിടെ പരസ്പരം ഭിന്നിപ്പോ ഐക്യൊന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ സമ്പത്ത് വർദ്ധിച്ചു. അപ്പോൾ അവൻ നല്ല സ്ഥലം തെരഞ്ഞെടുത്തു. അവിടെ അവൻ ഇങ്ങനെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് അവൻ സ്വർഗം പോലെ ആയി കണ്ടു. ഇത് ദൈവത്തിന്റെ തോട്ടം പോലെ കണ്ടു. ഏദൻ തോട്ടം പോലെ കണ്ടെന്ന. ഏദൻ എന്ന വാക്കിന്റെ അർത്ഥം സൗഭാഗ്യം. ഇനി ഒരു കാര്യം ചെയ്യണ്ട കാര്യമില്ല. ഇവിടെ 2 പട്ടണം നമുക്ക് പണിയാം. അങ്ങനെ സോദോം ഗോമോറ എന്ന് പറയുന്ന 2 പട്ടണം പണിതു. ഈ പട്ടണം പണിത് അവനെ അടിച്ചു പൊളിച്ച് ഇന്നത്തെ സംസ്കാരം പോലെ ഒരു അടിപൊളി സംസ്കാരം പോലെ ജീവിക്കാൻ തുടങ്ങി. വേഷവിധാനങ്ങള് നിങ്ങൾ ചോദിച്ചേ, ഒരു ഹൈന്ദവന് ക്ഷേത്രത്തിൽ പോയാൽ അവരുടെ പെണ്ണുങ്ങൾക്ക് നല്ല ഡ്രസ്സിംഗ് കോഡുണ്ട്. ഒരു മുസ്ലിം പള്ളിയിൽ പോയാൽ അവർക്ക് ഡ്രസ്സിംഗ് കോഡുണ്ട്. ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ പോയാൽ 3/4 ഇറുകിയ ജീൻസും ഒക്കെ ഇട്ട് പെമ്പിള്ളാരെ വിട്ട് വൃത്തികേടാക്കുന്ന ഒരു സമൂഹം ക്രിസ്ത്യാനിയെ പോലെ വേറെ എവിടെയുണ്ട് പ്രിയരെ? നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഇടർച്ചയല്ലേ? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെയുള്ള വേഷ സംവിധാനങ്ങളിൽ വന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ ലോത്ത് ഇത് തെരഞ്ഞെടുത്തു. ഈ സമ്പത്തേറി കഴിഞ്ഞപ്പോൾ ഈ ലോത്തിന്റെ ആളുകളുടെ സ്വഭാവം എന്താ എന്ന് ഇനിയും ഉൽപ്പത്തി 13:13 നിങ്ങൾ മറക്കരുത്. എല്ലാവരും പറഞ്ഞ്, അടുത്തിരിക്കുന്ന കൂടപ്പുറപ്പിനോട് പറഞ്ഞ് ഉൽപ്പത്തി 13:13 മറക്കരുത്. ഉൽപ്പത്തി 13:13 സോദോമിലെ ആളുകൾ ഉറക്കെ വായിച്ചേ സിനിച്ച. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന് മുമ്പിൽ മഹാപാപികളുമായിരുന്നു. അപ്പൊ സമ്പത്തേറിയപ്പോൾ, പള്ളിയുടെ വലുപ്പം കൂടിയപ്പോൾ, സമ്പത്തേറിയപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു. അപ്പോൾ സോദോമിലെ ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഇട്ട് അത് പൂരിപ്പിച്ചോ? ഞാനിപ്പോ അത് പൂരിപ്പിക്കുന്നില്ല. ചിന്തിച്ച വേറെ ഏതെങ്കിലും കേരളത്തിലെ ഒരു സ്ഥലം ഇട്ട് പൂരിപ്പിച്ചോ? സോദോമിലെ ആളുകൾ അഹങ്കാരികളും ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാഭാവികളുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചിലതിനെ വേണ്ടാന്ന് വെക്കണം. വേണ്ടാന്ന് വെച്ചില്ലെങ്കിൽ ഈ ദുരന്തം ഇങ്ങനെ ഈ പത്രത്തിൽ കൂടി വന്നുകൊണ്ടേയിരിക്കും. അതുവരെ ഉൽപ്പത്തി 13:14 നിങ്ങൾ ശ്രദ്ധിച്ചേ. അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം അതുവരെ സംസാരിക്കാത്ത ദൈവം ഇവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി നീ തല ഉയർത്തണം. അല്ലെങ്കിൽ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഈ സിറോമൽ സഭ തല താഴ്ത്തിയേ നടക്കത്തുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് വേണ്ടാത്തതിനെ വേണ്ടെന്ന് വെക്കണം. ശരിയാ? മനസ്സിലായോ സിനിച്ച? മനസ്സിലായോ? വേണ്ടതിനെ വേണ്ടാത്തതിനെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. നമുക്കത് വേണ്ട എന്ന് തീരുമാനിച്ചില്ലെങ്കിൽ പത്രമാധ്യമങ്ങളെല്ലാം ഇന്നിങ്ങനെ റിപ്പോർട്ട് ചെയ്യാനിരിക്കുക. ഇത് സഭയ്ക്ക് തന്നെ നാണക്കേടായി മാറും. ഹല്ലേലൂയ. പിടികിട്ടിയോ? ഇവിടെ വചനം പറയാണ്, അബ്രഹാം ലോത്തിനെ നിന്ന് വേർപെട്ടതിന് ശേഷം ഈ വേർപാടില്ലെങ്കിൽ സഭാപിതാക്കന്മാർ നാണക്കെടും. പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നാണക്കേടുണ്ടാകും. കേൾക്കുന്നുണ്ടോ? ഈ ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. കേൾക്കണം. കേൾക്കില്ലെങ്കിൽ ഇതൊന്നും തീരാൻ പോകത്തില്ല. വേർപാട് വേണം. വേണോ? വേണം. വേണോ? ചിലതിനെ വേണ്ടാന്ന് വെക്കണം. ഈ മാവിലൊക്കെ ഇത്തിള് പിടിച്ചാൽ എന്തെടുക്കും? ഇത്തിള് വെട്ടിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? മനസ്സിലായോ? അപ്പൊ അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം അടുത്ത വായന പറയാം, അവൻ തല ഉയർത്തി. റാഫേൽ പിതാവിന് തല ഉയർത്തണമെങ്കിൽ, പെരുന്തോട്ട പിതാവിന് തല ഉയർത്തണമെങ്കിൽ, പിതാവിന് തല ഉയർത്തണമെങ്കിൽ ചില വേർപാടുകൾ നടന്നേ ഒക്കത്തുള്ളൂ. നിങ്ങൾക്ക് പിടികിട്ടിയോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പ്രവാചക ശബ്ദമായി കൂട്ടിക്കോ. ഹല്ലേലൂയ. തല ഉയർത്തി നിൽക്കണമെങ്കിൽ ചില വേർപാടുകൾ വേണം. അല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞ് പിള്ളേർ സെമിനാരിൽ ഇനി പോകത്തില്ല, ദൈവവിളി കുറയും. അങ്ങനെ പ്രശ്നങ്ങളായിരിക്കും. ശരിയാണോ? നിങ്ങൾ പറ, ശരിയാണോ സിനിച്ച? ഹല്ലേലൂയ. അപ്പൊ ആ ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം അവൻ തല ഉയർത്തി നോക്കി. എന്ന് തല ഉയർത്തി നോക്കിയപ്പോ എന്ത് സംഭവിച്ചോ? അയച്ചേ. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകളും നീ ഒരു ഒരെണ്ണം വിട്ടുകൊടുത്താൽ നിനക്ക് നിന്റെ 4 ഇരട്ടി ഞാൻ തരുമെന്ന്. ഇങ്ങോട്ട് നോക്ക്. വിട്ടുകൊടുത്താൽ 4 ഇരട്ടി തരും. നീ ആ വേർപാടിന് തയ്യാറുണ്ടോ? തയ്യാറില്ലെങ്കിൽ ഈ പ്രശ്നമായിട്ട് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വചനം പറയാം, അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം അവന്റെ തല ഉയർന്നു. അവന്റെ തല ഉയർന്നെന്ന് പറഞ്ഞാൽ എന്താ? അവൻ ലജ്ജിക്കണ്ട് ചിലതിനെയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി നടക്കാം. അപ്പൊ ശ്രദ്ധിച്ചേ, അടുത്ത വേലം പറയുന്നു, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. ആരിൽ നിന്ന് വേർപെട്ടതിന് ശേഷം. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അടുത്ത വായന പറയുന്നു, പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാൻ സാധിക്കുമോ? നിന്റെ സന്തതികളെയും എണ്ണാനാകും. ഈ വചനം അവന്റെ ഹൃദയത്തിലുണ്ട്. ഈ വചനം അബ്രഹാത്തിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് അവൻ പ്രതീക്ഷയോടുകൂടെ സാറായ്ക്ക് 90 വയസ്സായിട്ടും തനിക്ക് 100 വയസ്സായിട്ടും അവനറിയാം അവന്റെ ദൈവ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനാണ് ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ സർവശക്തിയുള്ള പിതാവായ ദൈവത്തെ ഞാൻ, അവിടുത്തെ ഏകപുത്രനെ ഞാൻ, ഈ 2 കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനെന്ത് വേണം? കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 6-ാം വചനം. 1 കൊരിന്തോർ 8:6. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വായിച്ചോ. എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. വലതുകരം ഉയർത്തി പറഞ്ഞ എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ചേട്ടാ പരമേശ്വരനെ ഒന്ന് പിടിച്ചേ. എങ്കിലും നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തു മാത്രം. സകലത്തിന്റെ സൃഷ്ടാവാ. എന്നെ കഴിഞ്ഞു ആരുമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഇവിടെ വചനം പറയാം, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവ്വതും സൃഷ്ടിച്ചത്? ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി ജീവിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല. ഇങ്ങോട്ട് നോക്കിയേ, സിന്നിച്ചൻ ജീവിക്കുന്ന സിന്നിച്ചന്റെ ബിസിനസിന് വേണ്ടി, സിന്നിച്ചന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയും ജീവിക്കുന്നെങ്കിൽ ക്രൈസ്തവനല്ല. ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടിയാ ജീവിക്കുന്നത്. ഇവിടെ വചനം പറയാ, വചനം നോക്ക വായിച്ചേ. ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്? ആ പിതാവ്. നമുക്കൊരു കർത്താവേ ഉള്ളൂ. ആരിലൂടെയാണോ സർവ്വവും ഉളവായത്? ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്? യേശു ക്രിസ്തു. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ദൈവമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? അങ്ങനെ ഞാൻ എന്താ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, ഞാൻ എന്താ പറയേണ്ടത്? റോമ 14:8. ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. സ്വന്തം ജീവിക്കുന്നെങ്കിൽ, മരിക്കുന്നെങ്കിൽ, ജീവിച്ചാലും മരിച്ചാലും ആ വചനം ഒന്ന് ഉറക്കെ വായിച്ചേ. റോമ 14:8 ഒന്ന് ഉറക്കെ വായിച്ചേ. ആകെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് കരമൊന്ന് മുറുകെ പിടിച്ചിട്ട് പറ, ആകെയാണ് ജീവിക്കുന്നതെങ്കിൽ കർത്താവിനെ സ്വന്തമായി ജീവിക്കുന്നു. മരിക്കുന്നതെങ്കിൽ
കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ആർക്ക് സ്വന്തമാണ്? മനുതരം ഉയർത്തി പറ, ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിന് സ്വന്തം. ഇത് പറയണമെങ്കിൽ എന്നിൽ ഈ വിശ്വാസത്തിന്റെ ആഴം വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായം 18 തൊട്ടുള്ള തിരുവചനത്തിൽ പറയുന്നു. എന്താ വചനം പറഞ്ഞത്? നമ്മൾ വീണ്ടും ആ വചനഭാഗത്തിലേക്ക് വരികയാണ്. സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേക ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാഞ്ഞിരുന്നിട്ടും അവൻ പ്രതീക്ഷയോടുകൂടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം അവനെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വായിച്ചേ. 100 വയസ്സായ തന്റെ ശരീരം 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ വിശ്വാസം അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, വിശ്വാസം ദുർബലമായതെന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം ദുർബലമായാൽ എല്ലാം പോയി. അടുത്ത വചനം പറയുന്നു, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കണ്ടോ അവൻ എന്താ ചെയ്തത്? അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എങ്ങനെ മഹത്വപ്പെടുത്തി? 100 വയസ്സായിട്ടും എനിക്ക് മക്കളില്ലാത്തതിനെ പ്രതി നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്റെ ഭാര്യ ഇതുവരെ ഗർഭിണിയാകാത്തതിനെ പ്രതി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ തകർച്ചകളെ പ്രതി അവൻ നന്ദി പറഞ്ഞു. നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ജീവിതത്തിന്റെ ഈ സഹനങ്ങള്, ഈ കഷ്ടതകള്, ഈ വേദനകള് എന്റെ കൂടെ ഒരു ദൈവമാണ് അറിഞ്ഞിട്ടാണ്. ദൈവം അറിയാത്ത ഒരു വേദനയും എന്റെ കൂടെ ഇല്ല എന്ന് ആര് പറയുന്നു? അവന്റെ പേരാണ് വിശ്വാസി. ദൈവം അറിയാത്തൊരു വേദനയും എന്തിക്കില്ല. ഹല്ലേലൂയ. 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 എന്നിട്ട് എന്താ അതിനെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാ വായിച്ചേ. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് മുറുകെ പിടിച്ചോണ്ട് പറ, താങ്കളുടെ ജീവിതത്തിലെ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ ബോധ്യത്തിന്റെ പേരാണ് വിശ്വാസം. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ട് എന്ന് നീ പറയാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ അത്ഭുതം ഈ നിമിഷം സംഭവിക്കും. കരമുയർത്തി ഹല്ലേലൂയ. എന്താ വചനം ഒന്നുകൂടെ വെച്ചാൽ വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവനെന്നുള്ളിടത്ത് സിന്നിച്ചൻ പറ. സിന്നിച്ചന് വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന്. എന്റെ മകനൊരു നല്ല പുരോഹിതനാകുമെന്ന്. എന്റെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് ഒന്ന് പറഞ്ഞ്, എന്റെ ജീവിതത്തിൽ ഒരു വാഗ്ദാനമുണ്ട്, എന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നിറവേറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു കരമുയർത്തിക്കേ. പക്ഷേ ഈ വാഗ്ദാനം നിറവേറ്റാൻ കഴിയുമെന്ന് ഞാൻ പറയുമ്പോൾ ഈ വിശ്വാസം എങ്ങനെയുള്ളതാണ് എന്ന് മാറ്റിയെടുക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 തൊട്ട് 13 വരെ ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു ശതാധിപനുണ്ട്. ആ വ്യക്തിയുടെ പേരെന്നാണ്? ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളത്തിന്റെ തലവൻ. അന്നൊക്കെ ഒരു രാജ്യത്തിന് 1000 പട്ടാളത്തിൽ കൂടുതലൊന്നും ഇല്ല. മാവേലിക്കര ഒരു രാജ്യമായിരുന്നു. അപ്പോൾ മാവേലിക്കര എന്ന് പറയുന്ന രാജ്യത്ത് അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്ടായിരുന്നു? രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ ആ രാജകൊട്ടാരം ഇപ്പോഴും ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ആ രാജകൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ പിൻതലമുറക്കാരോടുണ്ട്. ഇപ്പോഴവരാരും രാജാവ് അല്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളത്തിന്റെ അധിപനാണ്. ഹല്ലേലൂയ. ഒരുവിധം വലിയ റാങ്കുള്ള ആളാ. അപ്പൊ ഇവിടെ വചനം പറയുന്നത് എന്താ? വചനം പറയുന്നത്
യേശു കവർനാവിൽ പ്രവേശിച്ചപ്പോൾ ആ അല്ലേ? ആ യേശു കവർനാവിൽ യേശു കവർനാവിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു. അവന്റെ അടുക്കൽ വന്നു. ആരാ യാചിച്ചത്? ശതാധിപൻ. 100 വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥൻ യാചിക്കണമെങ്കിൽ എളിമ വേണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അഹങ്കാരം ഒരിക്കലും പാടില്ല. വിശ്വാസിയുടെ ഒന്നാമത്തെ ഗുണം എളിമയാണ്. ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എളിമയുള്ളവനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരുഹൃദയ മാസം ഈ എളിമ നമ്മളിൽ ഉണ്ടാകണം. എളിമ എന്നാൽ എന്താ? എളിമയുടെ ഒന്നാമത്തെ ഭാവം മറ്റുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, താങ്കൾ എന്നേക്കാൾ ശ്രേഷ്ഠരാണ്. ആണോ? താങ്കൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണോ? അങ്ങനെയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എളിമയുടെ ഒന്നാമത്തെ ഭാവം അതാണ്. എളിമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് താണു വണങ്ങണമെങ്കിൽ അവൻ എന്ത് വേണം? വണങ്ങിക്കൊണ്ട് എന്ത് പറഞ്ഞു? കർത്താവേ, എന്റെ ഭൃത്യൻ എന്റെ ഭൃത്യൻ എന്റെ മകനാണോ? ഭൃത്യനാ. സിന്നിച്ചന്റെ ജോലി സ്ഥലത്ത് ഒരു ബംഗാളിയുണ്ട്. അപ്പോൾ ഒരാളുടെ ആ ബംഗാളിക്ക് വേണ്ടി താണു വണങ്ങിയിട്ട് പറയാ എന്റെ ഭൃത്യൻ, എന്റെ മകൻ എന്നാണോ പറഞ്ഞത്? ഹല്ലേലൂയ. നമുക്ക് ആ മനോഭാവമുണ്ട്. എന്റേതാണ്, ഇവരെല്ലാം എന്റേതാണ് എന്നൊരു മനോഭാവമുണ്ടോ? നമ്മൾ എന്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്ത്, നമ്മുടെ മക്കളൊക്കെ എന്റേതാണ്, മറ്റുള്ളവരൊന്നും. നമ്മൾ ഈ വാഹനം അടിച്ചുകൊണ്ട് പോകുമ്പോൾ രാത്രിയിലൊക്കെ പോയാൽ വലിയ വണ്ടിക്കാരൻ ഡിംപോലും അടിക്കില്ല. എന്നുവെച്ചാൽ എന്റെ കാര്യം മാത്രം, അവരുടെ കാര്യമൊന്നും എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പള്ളി വിരിഞ്ഞിട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കണം, താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും കടബാധ്യതയുണ്ടോ? താങ്കളുടെ ജീവിതത്തിൽ വിഷമതയുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് എന്റെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എന്റെ ചുറ്റുപാടുമുള്ളവരെല്ലാം എന്റേതാണ്, എന്റെ ഇടവക്കാരെല്ലാം എന്റേതാണ്. ഈ എന്റേത് എന്നൊരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ അവന്റെ സ്നേഹം എന്റെ ഹൃദയം തിരുഹൃദയമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയമായതുകൊണ്ടാണ് ഇത് സേക്രഡ് ഹാർട്ട്. നമ്മുടെ ഹാർട്ട് ആയിട്ടേ ഉള്ളൂ, പക്ഷെ സേക്രഡ് ഹാർട്ട് ആയിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഹാർട്ട് സേക്രഡ് ഹാർട്ട് ആകണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സെനിക്കുണ്ടോ? ഒരു ഹൃദയമുണ്ടോ? അവർക്ക് എല്ലായിടത്തും എല്ലാവർക്കും ഒരു സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയമായി എൻ്റെ ഹൃദയം രൂപപ്പെടണം. ആരെയും മാറ്റി നിർത്തുന്ന ഒരു ഹൃദയമല്ല എൻ്റെ ഹൃദയം. ഈശോയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെയും ആക്കി തീർക്കണമെന്നായിപ്പോ. പക്ഷെ ആയോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് പ്രാർത്ഥനയാകുന്ന. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ഗുണം എന്താ? അവൻ എന്റെ ഭൃത്യൻ. ഒന്ന്, അവൻ എളിമപ്പെട്ടു. 2, എന്റെ ജോലിക്കാർ, എന്റെ ജീവനക്കാർ എന്റെ മകനെ പോലെയാണ് എന്റെ ഭൃത്യനും. എന്റെ മകനെ പോലെയാണ് എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ബംഗാളി. ആണോ അല്ലയോ? അത് പറയാനാണ്. എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് അയച്ചേ എന്താ? അവന്റെ വേദന ഇയാളുടെ വേദനയായി കണ്ടു. അവരെന്റെ വേദന, അടുത്തിരിക്കുന്ന വ്യക്തികളോട് താങ്കളുടെ വേദന എന്റെ വേദനയാന്ന് പറഞ്ഞു. പറയാനെടുക്കണോ? താങ്കളുടെ നൊമ്പരം എന്റെ നൊമ്പരമാണ്. ഈ നൊമ്പരം എന്റേതാകുമ്പോഴാണ്
ഞാൻ അവന്റെ സഹോദരനായി മാറുന്ന. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഒന്ന് എളിമപ്പെട്ടു, 2 അവൻ എന്റെ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്റേത് എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതെല്ലാം നിന്റേതോടാണ്. അപ്പോൾ 1 അവൻ എളിമപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 അവനിൽ പരസ്നേഹമുണ്ടായി. എന്തുണ്ടായി? 3 പറയാണ്, അവന്റെ വേദന എന്റെയും വേദനയാണ്. എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിക്കുന്നു. വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈ 3 ഗുണമുള്ളവൻ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് ആര് വരും? നീ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈശോ നിന്റെ മുമ്പിൽ വന്നു കഴിയും. ആരും എന്നാ? നിനക്ക് ഈ 3 ഗുണങ്ങളുണ്ട്. നിന്റെ ഹൃദയവും തിരുഹൃദയവും തമ്മിൽ ഒരേപോലെയായി. പറഞ്ഞ വചനം എന്താ പറയുന്നത്? അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. കണ്ടോ? കർത്താവേ, നീ എന്റെ വീട്ടിൽ വരാനുള്ള. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് പറഞ്ഞു? ദൈവമേ, ഇതിനുള്ള യോഗ്യതയൊന്നും നമ്മൾ പറയും, അന്ന് അങ്ങ് വരാൻ പറയല്ലേ. പക്ഷേ സ്വന്തം കുറവുകളെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. സ്വന്തം പോരായ്മ ആ വ്യക്തിക്ക് അറിയാമായിരുന്നു. കർത്താവ്, നീ എന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യതയില്ല. നമ്മൾ കേട്ടില്ലേ, എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാ. ഹല്ലേലൂയ. നീ ഒരു വാക്ക് പറഞ്ഞവ. അതിന്റെ അർത്ഥം എന്നാ? അവനറിയാം. അവനാണ് വാസ്തവത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. സർവശക്തനായ ദൈവത്തിൽ പ്രപഞ്ചം മൊത്തം ഒറ്റ വാക്കിൽ നിർമ്മിച്ച ഈ ദൈവമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവനൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ മക്കളുടെ രോഗം മാറും, എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറും, എന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും അവന്റെ ഒരു വാക്കുകൊണ്ട് തീരാനുള്ളത് എന്ന് ഉറപ്പുള്ളവര് മാത്രം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. അടുത്ത വായന എന്താ പറയുന്നത്? ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ പോകുന്നു. സാധാരണ ഒരു പട്ടാളാധിപനായി ഞാൻ വരാൻ പറഞ്ഞാൽ വരുന്നു, പോകാൻ പറഞ്ഞാൽ പറയുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടെ. പ്രിയ സാരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ദൈവത്തിന് ആശ്ചര്യം തോന്നിയിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ച്, താങ്കളുടെ വിശ്വാസം കണ്ടിട്ട് ദൈവത്തിന് ആശ്ചര്യം തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ വിശ്വാസം കണ്ടിട്ട് മറ്റുള്ളവർക്ക് ആശ്ചര്യമുണ്ടോ? യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ 24-ാമത്തെ വയസ്സിൽ രോഗിയായിരിക്കുന്ന സമയത്ത് എല്ലാ ഭക്ഷണവും ഉപേക്ഷിച്ച് ഇതാ ദിവസങ്ങളോളം ഇങ്ങനെ ഈശോയെ വിളിച്ചുകൊണ്ട് മണിക്കൂറോളം ഇരിക്കുമ്പോൾ ലിറ്റിൽ ഭവന്റെ അടുക്കൽ, കൊച്ചേസിയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, മകളെ, നീ എന്തെങ്കിലും കഴിക്കോ, നിന്റെ ഈ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ ഉറവിടമായ പരിശുദ്ധ സഭയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. നിനക്ക് ഈ വിശ്വാസമുണ്ടോ? നിന്റെ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യമുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ കടബാധ്യതയെ പ്രതി നന്ദി പറയുന്നു.
ഇപ്പോഴത്തെ അവസ്ഥകളെ പ്രതി നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ദൈവം നിന്റെ വിശ്വാസത്തെ കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെ പ്രതി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്റെ തകർച്ചകളെ പ്രതി നന്ദി പറയുന്നു എന്ന് പറയുമ്പോഴാണ് ദൈവം നിന്റെ വിശ്വാസത്തെ കണ്ട് ആശ്ചര്യപ്പെടുന്നത്. പ്രിയ സഹോദരാ, നീ വിശ്വാസിയാണെങ്കിൽ നിന്റെ വിശ്വാസം ദൈവത്തിനും മറ്റുള്ളവർക്കും ഒരു ആശ്ചര്യമാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടിട്ട് ഈശോ പറഞ്ഞു, എന്ത് പറഞ്ഞു? തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേൽ എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിയിൽ ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ പരമേശ്വരനെ പോലുള്ള വിശ്വാസം ഇതാ നിങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന കാലഘട്ടം വരാൻ പോവാ. ഇന്ത്യയിലെ അനേക ഹൈന്ദവ ജനങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവർ വിശ്വാസത്തിലേക്ക് തിരിയുമ്പോൾ രാജ്യത്തിന്റെ മക്കളോട് ദൈവം പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല, നിന്നെ ഞാൻ അറിയുന്നില്ല. ഹല്ലേലൂയ. കാലഘട്ടം വരാൻ പോവാ, കാലഘട്ടം വരാൻ പോവാ പ്രിയരെ. വിശ്വാസം കണ്ട അവൻ ആശ്ചര്യപ്പെട്ടിട്ട് കർത്താവ് പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഇവിടെ ഒന്നും ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ. തുടർന്ന് എന്ത് പറയുന്നു? വായിച്ചേ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്നു. അതാണ് പ്രിയ സഹോദരങ്ങളെ, അമേരിക്കയിൽ 75 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർശനമുണ്ടായി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാകുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതമാണ്. ഈ രാജ്യത്തിന്റെ മക്കള് ഇവിടെ കിടന്ന് തല്ലുകൊടുമ്പോൾ അനേക മക്കൾ അബ്രഹാത്തിന്റെ ഇസഹാക്കിന്റെയും കൂടെ നിരന്നിരിക്കും. നിന്നെ ഞാൻ അറിയുന്നില്ലെന്ന് പറയും. നീ പള്ളിക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കി, മെത്രാനുമായി തമ്മിലടിപ്പിച്ചു, നീ ഇടയലേഖനം കത്തിച്ചു, നിന്നെ ഞാൻ അറിയുന്നില്ല, നിന്നെ ഞാൻ അറിയുന്നില്ല. ഈ അവസ്ഥയിലേക്ക് വരാൻ പോവുക. ഹല്ലേലൂയ. അനേക ഹൈന്ദവ ജനങ്ങൾ യേശുവിലേക്ക് തിരിയുമ്പോൾ ഈ രാജ്യത്തിന്റെ മക്കൾ ദൈവം പറയും, നിന്നെ ഞാൻ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും കൂടെ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ രാജ്യത്തിന്റെ മക്കളുടെ അവസ്ഥ എന്താ? അയച്ചേ. ആകട്ടെ വിലാപവും ഇതിനൊന്നും അധികം സമയമൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അടുത്ത വചനം പറയുകയാണ്, യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ, ആ ജസ്റ്റ് സമയത്ത് നീ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ, നീ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇടപെടാൻ പോവുകയാണ്. നിന്റെ മക്കളിലേക്ക് ഇടപെടാൻ പോവുകയാണ്. നിന്റെ സാഹചര്യങ്ങളിലേക്ക് ഇടപെടാൻ പോവുകയാണ്. നിന്റെ സാമ്പത്തിക തകർച്ചകളിലേക്ക് ഇടപെടാൻ പോവുകയാണ്. ഉറപ്പുള്ളവരെ ചാടി എഴുന്നേറ്റ് കടമുയർത്തി ഇപ്പൊ സൂചിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോയ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് ശ്രദ്ധിച്ചേ. Hallelujah, hallelujah. ആനന്ദഘോഷത്തോടെ വിലാപത്തോടെ
ജീവിതങ്ങളെ മോചിപ്പിക്കണമേ. എല്ലാ മക്കളെ തൊട്ടതിനെയോ പരസ്പരം ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കും. അപ്പോൾ എല്ലാവരും ശാന്തമായിട്ടിരിക്കുക. നമ്മൾ ഈ മാസത്തെ ജനുവരി മാസത്തിൽ പോയിട്ടുണ്ടോ? ഇവിടെയൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തിരുഹൃദയനാഥൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി.